ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് NYBയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്. അടിപൊളിയാണ്. 06 ആണ് ഷെയ്ഡ് വന്നിട്ട്. വെഡ്ഡിങ് ലുക്ക്, പാർട്ടി ലുക്കിലൊക്കെ അടിപൊളിയാണ് ഈ സംഭവം. നെക്സ്റ്റ് ഇത് സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് കണ്ടിട്ടില്ലേ? അവർ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, സംഭവം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത്. അധികം എല്ലാവരും ഡാസ്ലറിൻ്റെ 025 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്നത്. ഞാനും അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡാസ്ലറിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്ത് ലിപ്പിൻ്റെ കളറ് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിലേക്ക് മാറി. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക്സ് വേറെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അടിപൊളി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഡാസ്ലറിൻ്റെ 03 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ ടോണിന് നല്ലതായിട്ട് സ്യൂട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു കുറച്ച് മുന്നേ കേട്ടോ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇത് ഏതാ ഷെയ്ഡ് എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴല്ലേ കുറേ ബ്രാൻഡൊക്കെ നോക്കിയിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് എടുക്കും പോരും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറില്ല. കാരണം ഇത് ചുണ്ടിന് ഭയങ്കര പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആണ്. ലിപ്പ് ഭയങ്കരമായിട്ട് ഡാർക്കണാക്കും ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്സ്. പിന്നെ 25 ഷെയ്ഡാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഡാസ്ലറിൻ്റെ 03 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഷെയ്ഡായിരുന്നു. ഒരു ലൈറ്റ് ഷെയ്ഡാണ് അത്. ലിപ്പിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ട്. Shroud Sheer 34. Shroud Sheer 34 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് ഇങ്ങനെ നല്ല ഇതിൻ്റെ ഷെയ്ഡ് ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യാം. ഇത് ഇങ്ങനെ നല്ലതിൻ്റെ ഷെയ്ഡ്. ഇത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലേ ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമ്മൾ ലിപ്പിൻ്റെ ഒരു കളർ വരും. യൂസ് ചെയ്ത് നോക്ക്. അധികം റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. 34 Shroud Sheer ഡാസ്ലറിൻ്റെ അടിപൊളി ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇത് ഞാനൊന്ന് വൈപ്പ് ചെയ്തിട്ട് വരെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഷെയ്ഡാണ്. പെട്ടെന്ന് വാങ്ങിയൊരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി പോയതൊന്നുമല്ല, എപ്പോഴും ഞാൻ വാങ്ങിയൊരു ഷെയ്ഡാണ്. പക്ഷെ 07 ബുട്ട്സ് ഇതിൻ്റെ കളർ എസെൻസ് അത്യാവശ്യം എല്ലാ ടോണും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണത്. ഇട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡാസ്ലറിൻ്റെ ഷെയ്ഡില്ലേ അതേപോലെ തന്നെ ഉള്ളൊരു ഷെയ്ഡാണ് ഇതും. ഇട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ലേ ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഷെയ്ഡാണ് ഇത് രണ്ട്. ഇത് ഫേവറേറ്റ് ആവാൻ റീസൺ ഉണ്ട്. ഇത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ വാങ്ങിയ ഷെയ്ഡാണ്. 2 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഫസ്റ്റ് നൈസായിട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്ന് ഫിംഗർ കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു ലൈറ്റ് കാണിച്ചു തരാം. ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് നമുക്ക് പല ഷെയ്ഡിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിൻ്റെ. ഇതിൻ്റെ സ്മെല്ല് ഒരു ഇതിൻ്റെ ഷെയ്ഡല്ല, ഇതിൻ്റെ എന്താ ബ്ലഷ് ആക്കാം അല്ലേ? ബ്ലഷും ആക്കാം. ഇത് ബ്രഷ് ആക്കാനും പറ്റും. ഇടിച്ച പോലെ ഇത് നമുക്ക് ബ്ലഷ് ആക്കിയിട്ടും ഈ ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം. അത്ര യൂസാണ് ഇതിനെക്കൊണ്ട്. ഇതൊന്ന് വൈപ്പ് ചെയ്യട്ടെ. വൈപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ലിപ്സ്റ്റിക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാതിരിക്കുമ്പോൾ ഒരു മോർച്ചറിയിൽ നിന്ന് എണീറ്റ് വന്നൊരു ഫീലല്ലേ എനിക്കങ്ങനെ കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ നൈസായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര റെഡ് കളറായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അല്ല കേട്ടോ,
സെറ്റാടാ, അടിപൊളി. കാരണം നമുക്ക് കണ്ണെഴുതണ്ട, പൊട്ട് തൊടണ്ട, ഒന്നും ചെയ്യണ്ട. ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ് മുഖത്തിന്. ഇത് ചെറിയൊരു ഡോട്ട് നമുക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ചെറിയൊരു ഡോട്ട്, ഭയങ്കര പിഗ്മെൻറ്റേഷൻ, ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാണല്ലോ. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. തിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെയാവും കേട്ടോ. ഞാൻ തിക്കായിട്ടാട്ടോ കല്യാണത്തിനും ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാറില്ല. ഒരു പാർട്ടി ലുക്കിനൊക്കെ പറ്റിയ ഷെയ്ഡാണ് ഇത്. ഈ ഷെയ്ഡ് ഇട്ടപ്പോൾ തന്നെ മുഖത്തിലൊരു ബ്രൈറ്റ്നെസ് കാണുന്നില്ലേ? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പം ഇതാണ് എൻ്റെ 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഇതല്ലാതെ ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് പിന്നെ യൂസ് ചെയ്യാറുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാം. എന്താ അപ്പോൾ ഇത് 3ആണ് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് അടിപൊളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലിപ്സ്റ്റിക്കാണ് ഇതൊക്കെ. ഇത് രണ്ടും അഫോർഡബിൾ ആയിട്ട്. ഇതിന് എത്ര രൂപ അറിയോ? ഓൺലി 40 റുപ്പീസ്. 40 രൂപ, വെറും 40. ഇതിനെത്രയാ എനിക്കറിയില്ല. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിന് 300 ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അത്ര ഓർമ്മയില്ല. 300 രൂപയാണ് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്കാർട്ടിൽ. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിനും 100 ബിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബ്ലഷായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലഷായിട്ടും അടിപൊളിയാണ്. ബ്ലഷായിട്ടും യൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ബ്ലഷ് ഉണ്ട് കേട്ടോ. കാരണം ഇളക്കുരുവൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഷായിട്ട് അവിടെ ഭയങ്കര വേദന കേട്ടോ. കുരു തട്ടിയിട്ട് നമുക്ക് ഇവിടെ ബ്ലഷാക്കാം. ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ബ്ലഷായിട്ടൊന്നും ആരും ഇത് യൂസ് ചെയ്യരുത്. ചിലപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്താൽ ബ്ലഷ് ആവുമായിരിക്കും. ലിപ്സ്റ്റിക്കായിട്ട് ഇത് അടിപൊളിയാണ്. പക്ഷെ ലിപ്സ്റ്റിക്കായിട്ട് ഇത് അടിപൊളിയാണ്. പക്ഷെ ബ്ലഷായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ല. കുറച്ച് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ, നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോഴത്തേനും നമ്മുടെ മുഖത്ത് നാച്ചുറലി ഒരു ബ്ലഷ് വരും. അപ്പം ചിലപ്പോൾ ഓക്കെ ആവും. ബ്ലഷായിട്ടൊന്നും പറ്റില്ല ഗൈസ്. ഇവിടെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര വേദന. എനിക്കൊരു കഷ്ടകാലത്തിന് അറിയാതെ ഞാനിവിടെ ലിപ്സ്റ്റിക് ഇട്ട് പോയത്. ഇനി ഇത് ഞാൻ എങ്ങനെ തുടച്ചെടുക്കും? അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.